ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആകാനും മുഖത്തിലെ ചുളിവുകളൊക്കെ കുറയ്ക്കാനും പറ്റിയ സൂപ്പർ പാക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നേക്കണം കേട്ടോ. അപ്പോൾ ഇതിന് മെയിൻ താരം നമ്മുടെ മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ മുട്ടയുടെ വെള്ളയുടെ കൂടെ നമ്മൾ 2 സൂത്രങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. അടിപൊളി റിസൾട്ട് തരുന്ന കേട്ടോ. സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആകാൻ അടിപൊളി ഒരു പാക്ക് തന്നെയാണിത്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ള വെച്ചുള്ള പാക്ക് നമ്മൾ ആഴ്ചയിൽ 3 തവണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ ചുളിവുകൾക്ക് നല്ലവണ്ണം കുറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ല കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റും ഒക്കെ ചെയ്തെൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ഈ പാക്ക് ഇടുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് നമ്മുടെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാനിത് തിളപ്പിക്കാത്ത പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ, അത്രയും മതി കേട്ടോ. തിളപ്പിക്കാത്ത പാല് തന്നെ വേണേ. അപ്പോൾ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാനേ. അപ്പം ഞാനിതാ മുഖത്തങ്ങ് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. പഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. പഞ്ഞിയിൽ മുക്കിയിട്ട് അങ്ങ് തേച്ച് കൊടുത്താലും മതി. പഞ്ഞി വേണമെന്നില്ല, നമുക്ക് കഴുകുകയാണെങ്കിൽ മതി. അപ്പോൾ ഈ തിളപ്പിക്കാത്ത പാലുണ്ടല്ലോ, നമ്മുടെ പുരികൊക്കെ വളരെ നല്ല സാധനമാണ്. അപ്പം ഈ 2 ഗുണങ്ങളുണ്ട് ഈ പാല് കൊണ്ട്. കാരണം മുഖം വെളുക്കുകയും ചെയ്യും, നമ്മുടെ പിരികൊക്കെ നന്നായി കട്ടി വളരാനും സഹായിക്കും കേട്ടോ. അപ്പോൾ പിരികത്തൊക്കെ ഇച്ചിരി കട്ടി തന്നെ തേച്ച് കൊടുത്തോളൂ. നല്ല കാറ്റാണ് ഇങ്ങോട്ട്, കാറ്റും ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നല്ല വെയിലുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ സൈഡിലെ താഴെയുള്ള കറുപ്പൊക്കെ ഇല്ലേ, അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി പഞ്ഞിയിലൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ കണ്ണിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിലേ കറുപ്പൊക്കെ നല്ലവണ്ണം കുറയും. 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ കണ്ണിലെ കറുപ്പ് നല്ലവണ്ണം കുറയും. അപ്പോൾ ഞാനിതാ മുഖത്തങ്ങ് തേച്ച് കൊടുത്ത് ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുത്തതാ, ചുമ്മാ ജസ്റ്റ് ഒന്ന് ഒരു മസാജ് പോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം നമുക്ക് കാണാവേ. പാല് തേച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞായിരുന്നേ. അതിനുശേഷം ഞാൻ മുഖം നല്ല വൃത്തിയിലൊന്ന് കഴുകി. ഇത് നമുക്ക് പാക്ക് ഇടാവേ. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് കണ്ടോ, നമ്മുടെ സ്കിന്നൊന്നുകൂടെ ക്ലിയറായി. പാല് നമ്മൾ ദിവസം തേക്കുവാണെങ്കിൽ പാല് പോലെ തന്നെ വെളുക്കും കേട്ടോ. നമ്മളൊന്ന് ചെയ്യണം, നമ്മൾ മടി കൂടാതെ ചെയ്യണം. ഈ പറയുന്ന എനിക്കും ചെറിയ മടിയൊക്കെയാണ്. എനിക്കിങ്ങനെ പറഞ്ഞു തരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ നോക്കാവേ. അപ്പോൾ ഞാനിതാ പാലെടുത്ത പാത്രമില്ല, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മുട്ടയാണ്. മുട്ടയുടെ വെള്ള വെച്ചുള്ള പാക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ കുറയുക മാത്രമല്ല, മുഖത്ത് നല്ല നിറം വയ്ക്കാനും ഈ മുട്ടയുടെ വെള്ള സൂപ്പർ സാധനമാണ് കേട്ടോ. നമ്മളിത് 3 തവണയെങ്കിലും, ആഴ്ചയിൽ 3 തവണയും നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ഒറ്റ തവണയെങ്കിലും നമ്മൾ ആഴ്ചയിൽ മുട്ട വെച്ചുള്ള പാക്കുകൾ ഉപയോഗിക്കണം. എങ്കിലാണ് നമ്മുടെ ചുളിവുകളൊക്കെ നല്ലോണം കുറയുള്ളൂ കേട്ടോ. വേഗം തന്നെ നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ നോക്കാം. മുട്ടയ്ക്ക് ഇടി കൊടുത്തു. മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പറ്റില്ല. നാളെ കഴിഞ്ഞ് ഞങ്ങൾ പളനി പോവാണ്. അതുകൊണ്ട് മുട്ടയും മീനും ഒന്നും കഴിക്കുന്നില്ല ഇപ്പം. നോമ്പെടുത്തേക്കാണേ. അപ്പം മുട്ടയുടെ മഞ്ഞ നമുക്ക് പൂച്ചക്കുഞ്ഞിന് കൊടുക്കാം. അയ്യോ, ഞാൻ പേടിച്ചു പോയി. ദൈവമേ, എൻ്റെ മുട്ടയൊക്കെ ഇങ്ങനെ കല്ല് പോലെയായി പോയോ. എന്നാ മുട്ടയുടെ വെള്ളം എടുക്കുകയാണേ. ഇത്ര മതി കേട്ടോ, കണ്ടില്ലേ, ഇത്ര മതി. ബാക്കി നമുക്ക് പൂച്ചക്കുഞ്ഞിന് കൊടുക്കാം, അവൻ കഴിച്ചോളൂ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് പാലാണ്. തിളപ്പിക്കാത്ത പാലില്ലേ, അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാവേ. ഇതാ കണ്ടോ, ഒഴിക്കുകയാണ്. ഇതാ മുട്ടയുടെ വെള്ളയും പച്ചപ്പാലും. പിന്നെ വേണ്ട, അയ്യോ എൻ്റെ മുട്ട
പിന്നെ വേണ്ട സാധനമാണ് തേൻ. നല്ല ഒറിജിനൽ തേൻ തന്നെ എടുക്കണം കേട്ടോ. ഇതാ ചേട്ടൻ എനിക്ക് ഒറിജിനൽ തേൻ മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ചെറുതേനാണ്. ചെറുതേനാണ് നമ്മുടെ മുഖത്തിന് ഏറ്റവും സൗന്ദര്യം കൂട്ടുന്ന സാധനം. ഇത്ര കുറച്ചുണ്ട്. ഒരു പാക്ക് ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് കണ്ട് ചെയ്തായിരുന്നു. തേൻ ചേർത്തൊരു പാക്ക് ചെയ്തായിരുന്നല്ലോ. അത് ഞാൻ കുറച്ചെടുത്തായിരുന്നു. ഞാൻ പിശുക്കി എടുക്കുകയുള്ളൂ. ഇച്ചിരി വില കൂടുതലാണ്. ചെറുതേന അല്ലെങ്കിൽ വില കൂടുതലാണല്ലോ. ചേട്ടനെ വിളിച്ച് ചോദിച്ചാൽ തേൻ വേണോ? ഞാൻ ചേട്ടനോട് തേൻ വേണം എന്നൊക്കെ പറയാൻ വേണ്ടി ഇങ്ങനെ മടിച്ചിരിക്കുകയാണ്. വല്ലതും വഴക്ക് പറയുമോ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് ചേട്ടൻ ഒരു കടയുടെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, എടി നല്ല അടിപൊളി ചെറുതേന ഇരിപ്പുണ്ട്, മേടിക്കട്ടെ എന്ന് ചോദിച്ചേ. എനിക്ക് മനസ്സിലേട്ട് പൊട്ടി. ഞാൻ പറഞ്ഞു, അപ്പം തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടയെ ഞാനിപ്പോൾ ചേട്ടയോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പം തന്നെ ചേട്ടൻ കണ്ട് ചോദിക്കുമല്ലോ. നമ്മൾ 10-8 പൊരുത്താണ്, പിന്നെ ചോദിക്കാതിരിക്കുമോ? എന്തെങ്കിലും മനസ്സിൽ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചേട്ടയോട് പറയാൻ തോന്നും, അന്നേരം ഞാൻ ചേട്ടൻ ഇങ്ങോട്ട് പറയും കേട്ടോ. ഭയങ്കര പൊരുത്ത അടി കൂടുമ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ തേൻ ഒഴിച്ചായിരുന്നു കേട്ടോ. കുറച്ച് തേൻ ഒഴിച്ചുള്ളൂ. ഞാൻ ഇച്ചിരി കൂടെ അങ്ങ് ഒഴിച്ചേക്കാം. തേൻ ഒഴിച്ചിട്ടുണ്ടേ. നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഞാനെപ്പം പറയുന്നതാണ്, മിക്സിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത്. നമ്മൾ ചുമ്മാ ഇങ്ങനെ അങ്ങനെ ഒഴിച്ചപാട് അങ്ങ് തേക്കാനൊന്നും പാടില്ല. നമ്മൾ മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് അങ്ങ് റെസ്റ്റിനൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ പാക്കൊക്കെ തേക്കാൻ കേട്ടോ. എന്നെങ്കിലാണ് നമുക്ക് ആ ഒരു റിസൾട്ടൊക്കെ കിട്ടുമല്ലേ. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് കളറായിട്ടുണ്ട്. അതായത് പാലിൻ്റെ ആ വെള്ള കളറും മുട്ടയുടെ വെള്ളയും തേനൊക്കെ ചേർന്നപ്പോഴത്തേക്കും ഒരു ക്രീം കളർ പോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ഒരു പാക്കാണ് നമ്മുടെ മുഖത്തും കഴുത്തിലും കയ്യിലും കാലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ചുളിവുകൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ തേച്ച് കൊടുക്കാം. ആ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയും. മാത്രമല്ല നമ്മുടെ സ്കിന്ന് നല്ല നിറവും വയ്ക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ തേച്ച് കൊടുക്കാവേ. അപ്പോൾ 2-3 മിനിറ്റ് കഴിയട്ടെ. ഇങ്ങനെ തന്നെ ഇപ്പോൾ ആക്കി ഉടനെ തന്നെ തേക്കണ്ട. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തേച്ചെടുക്കാം. അപ്പം നമുക്ക് തേച്ച് കൊടുക്കാം. 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാനിത് മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ. കഴുത്തിൽ ഞാൻ പിന്നെ തേച്ചോളാം കേട്ടോ. നിങ്ങൾ കഴുത്തിൽ തേക്കണേ. കഴുത്തിലും മുഖത്തും കയ്യിലും കാലും ഒക്കെ തേച്ചോളണം കേട്ടോ. പിന്നെ സ്കിൻ ഇച്ചിരി ഡ്രൈ പോലെയൊക്കെ ആവും. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് കറ്റാർവാഴ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. കറ്റാർവാഴ എടുത്ത് ജസ്റ്റ് അങ്ങനെ തേച്ച് കൊടുത്താൽ മാത്രമേ ആ ഡ്രൈനെസ്സൊക്കെ മാറിക്കോളും. അപ്പോൾ നമുക്ക് തേച്ച് കൊടുക്കാം അല്ലേ. നല്ല തേനിൻ്റെ മണം കേട്ടോ. അയ്യോ, നല്ല ഒറിജിനൽ തേന്. ഈ ഒറിജിനൽ തേനുണ്ടല്ലോ നമ്മുടെ ഈ മൂന്നാർ ഭാഗത്തൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ചിലതൊന്നും നമുക്ക് ഒറിജിനലൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ചേട്ടായിക്ക് അറിയുന്ന ഒരു കടയാണ്. ചേട്ടായി സെയിൽസിൻ്റെ പണിയൊക്കെ എത്ര വർഷം കൊണ്ട് നടക്കുന്നതെന്നറിയാമോ. അപ്പം കടകളിൽ എല്ലാവരുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. അതായത് ഇടുക്കി ജില്ല മൊത്തം കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാ കടയായിട്ട് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ചേട്ടായിന് ആരും പറ്റിക്കയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒറിജിനൽ തേൻ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചേട്ടനെ കൊണ്ട് മേടിപ്പിച്ച് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ചേട്ടയെ പോലും അറിഞ്ഞില്ല അതേ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ചില ആൾക്കാർക്ക് കിട്ടില്ലല്ലോ. ഒറിജിനൽ തേനൊന്നും കിട്ടാൻ സാധ്യത കുറവാണ്. ഒറിജിനൽ തേൻ ഇതെന്തോ പറയുന്നത്, ഒറിജിനൽ തേൻ കിട്ടിയില്ലെങ്കിൽ അയച്ചു തരാം. ഈ ചൈനീസ് ഭാഷയായി പോയല്ലോ. ചിങ് ചാൻ ചൂ ചൂ. അപ്പോൾ നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കാവേ. കവിള്, കണ്ണിൻ്റെ സൈഡ് സത്യം പറഞ്ഞാൽ തേക്കണ്ട കേട്ടോ. സംസാരിക്കണ്ടെങ്കിൽ അറിയാതെ അങ്ങ് തേച്ച് പോയതാണ്. കാരണം നമുക്ക് ഇത് പെട്ടെന്ന് ഒരു ഡ്രൈ ആവുമല്ലോ. ഡ്രൈ ആകുമ്പം നമുക്ക് ചെറിയൊരു ചുളിവ് വരും. കവളിൻ്റെ ഇവിടെ ഡ്രൈ ആകുന്നതിന് മുന്നേ കണ്ണിൻ്റെ സൈഡ് ഡ്രൈ ആവേ. അതുകൊണ്ട് കണ്ണിൻ്റെ സൈഡിൽ തേച്ച് കൊടുക്കണ്ട. ബാക്കി മുഖത്ത് മൊത്തം നമുക്ക് തേച്ചങ്ങ് കൊടുക്കാം. നല്ല വണ്ണങ്ങ് മസാജ് ചെയ്യാവേ. ഈ പറയുന്നെല്ലാം തെറ്റി പോയി. എന്ത് പറ്റി? ചൂട് കാരണം ഇത് റിലേ പോയതാണോ എന്ന് എനിക്കറിയത്തില്ലേ. അപ്പം ഞാനിത് നല്ലവണ്ണം മുഖത്തങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പാലൊക്കെ ഒഴിച്ചുകൊണ്ട് ഒരു ലൈറ്റ് ഒരു വെള്ള കളർ പോലെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി ഒരു ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവില്ല. അന്നേരം നമുക്ക് ഒന്നും കൂടി ഇതേപോലെ അങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ.
അത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാവേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കാതെ ഇതേപോലെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി. പിന്നെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ സംസാരിക്കാനൊന്നും പോകരുത് കേട്ടോ. മുഖം നല്ല ചുളിവുകൾ വരും. നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാം കേട്ടോ. അന്നേരം ആകുമ്പോഴത്തേക്കും ഡ്രൈ ആവും. അപ്പോൾ നെറ്റിയുടെ ഭാഗമായിരിക്കും പെട്ടെന്ന് അങ്ങനെ ഡ്രൈ ആയി വരുന്നത്. അതുകൊണ്ട് ആരും സംസാരിക്കുന്നത് മുട്ടയുടെ വെള്ളം തേക്കുമ്പോൾ പ്രത്യേകിച്ച് സംസാരിക്കുകയേ ചെയ്യരുത്. ഇപ്പം സംസാരിക്കുന്നത് കുഴപ്പമില്ല, ഇങ്ങനെ ഡ്രൈ ആകുമ്പോഴത്തേക്കും സംസാരിക്കുകയേ ചെയ്യരുത് കേട്ടോ. എൻ്റെ കൈയുടെ ഭാഗം ഇങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഡ്രൈ ആയിട്ടോ. ഞാൻ ഇപ്പോഴാണ് സംസാരിക്കുന്നത്, ഇതുവരെ സംസാരിച്ചേ ഇല്ല. അതുകൊണ്ടൊക്കെ ഇവിടെ ഒന്നും ചുളിവുകളൊന്നും വന്നിട്ടില്ല. നമുക്ക് വെള്ളം ഉപയോഗിച്ചൊന്ന് കഴുകി കളയാം കേട്ടോ. നോക്കി കഴുകി കളഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ, മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കഴുത്തിൻ്റെ സൈഡൊന്നും തേച്ചില്ല കേട്ടോ. നമുക്ക് കുളിക്കാൻ നേരത്തെ തേക്കാലോ എന്ന് കരുതി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയതുള്ളൂ. ഒന്നും കൂടി ഒന്ന് കഴുകാനുണ്ട്. കണ്ടോ, ശരിക്കും കഴുകിയത് അത്രയൊന്നും വൃത്തിയായിട്ടില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ തന്നെ കഴുകണതേ. അപ്പോൾ കഴുകിയപ്പോൾ തന്നെ നോക്കി നല്ല മാറ്റം വന്നു. മുഖം നല്ല ബ്രൈറ്റായി. എന്നിട്ട് കുഞ്ഞൊരു പാട് നിങ്ങളത് ശ്രദ്ധിച്ചായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ നോക്കി ശരിക്കും അങ്ങ് ലൈറ്റനായിട്ടുണ്ട്. ഒരു കൊതുക് കടിച്ച പാട് ഞാനിങ്ങനെ ചൊറിഞ്ഞിങ്ങനെ പാടാക്കിയതായിരുന്നു കേട്ടോ മുഖത്ത്. കണ്ടോ, ലൈറ്റനായിട്ടുണ്ട്. നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് വരാമേ. വെള്ളത്തിലൊന്നും കഴുകാനൊരു മടി, ഒന്നുകൂടെ നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് വേഗം വരാം. അപ്പം മുഖമൊക്കെ നല്ല നിറം വെച്ച് കേട്ടോ. ഞാൻ ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് പോകുന്നായിരുന്നു. ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവും, കാരണം മുട്ടയുടെ വെള്ളയല്ലേ. അപ്പം നമുക്ക് കുറച്ച് കറ്റാർവാഴ ജെല്ലും കൂടി ഒന്ന് തേച്ച് കൊടുക്കണം. അത് നിർബന്ധമാണ് കേട്ടോ, തേച്ച് കൊടുക്കാതിരിക്കരുത്. കറ്റാർവാഴ ജെല്ലും കൂടെ അങ്ങ് തേച്ചു. നമ്മുടെ പാക്ക് തീർന്നു. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, നമുക്ക് ആഴ്ചയിൽ 3 തവണ ഉപയോഗിക്കുവാണെങ്കിൽ നല്ല ചുളിവുകളുള്ളവർക്കൊക്കെ പെട്ടെന്ന് അങ്ങ് കുറയാൻ നല്ലതാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒറ്റ തവണ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് ചുളിവുകളൊക്കെ വരും. അതിന് മുന്നേ ഇതുപോലത്തെ ഒന്ന് പാക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമല്ലോ. അപ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ. നല്ലൊരു ഫേസ് പാക്കാണ്, മുട്ടയുടെ വെള്ള വെച്ചുള്ള ഫേസ് പാക്ക് കേട്ടോ. കണ്ടോ, സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റായിട്ട്. അപ്പം കഴുത്തും മുഖവും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കഴുത്ത് പിന്നെ ഓൾറെഡി ഒരു നിറം കുറഞ്ഞ കഴുത്ത് തന്നെയാണ്. എന്നാൽ നമ്മൾ പാക്ക് ഇട്ട് കഴിയുമ്പം അതിൻ്റെ ഉള്ളതിനേക്കാളും അത് നേരത്തെ ഉള്ളതിനേക്കാളും ഇച്ചിരി കൂടുതൽ നിറം വെച്ചിട്ടുണ്ട്. മുഖം നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. അപ്പം ആദ്യം തന്നെ നമ്മൾ മുഖം നല്ല വൃത്തി കഴുകിയാലും കുറച്ച് പാലെടുത്തിട്ട്
ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തു 2-3 മിനിറ്റ് വരെ നല്ലോണം മസാജ് ചെയ്തിട്ട് കഴുകി കളയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒരു പ്രത്യേക ഒരു ഉണർവ് തന്നെയാണ്. കാരണം സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റാകാൻ പാല് നല്ലതാണ് കേട്ടോ. പിന്നെ അത് കഴുകി കളഞ്ഞ ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ പാക്കും കൂടി അങ്ങ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കൂ കേട്ടോ, അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ പാല് നമുക്ക് ഡെയിലി നമുക്ക് മുഖത്ത് തേക്കാവുന്നതാണ്, ഒരു പ്രശ്നവും അല്ല കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പം പാലിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ തക്കാളിയുടെ നീര് ചേർക്കാം, വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക കുക്കുംബറിൻ്റെ ജ്യൂസ് മിക്സ് ചെയ്ത് തേക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. പക്ഷേ പാല് തന്നെ ആയാലും പ്രശ്നമില്ല, സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാകാൻ അടിപൊളിയാണ്. അപ്പോൾ ഞാനിത് അലോവേറ ജെല്ലൊക്കെ തേച്ചുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ സ്കിന്നൊക്കെ നല്ല ഒരു തിളക്കം തന്നെ കിട്ടും. ഇപ്പോൾ നല്ല സ്കിന്ന് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെ വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചത്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നാളെ നമുക്ക് വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ടാറ്റ.